മറ്റൊരു വാർത്തയിലേക്കാണ്. CPM നേതാവ് ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ നിന്ന് പിണറായി വിജയൻ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയെന്ന പരാമർശത്തിൽ ഉറച്ച സി ദിവാകരൻ. ജാഥയ്ക്കിടയിൽ പിണറായിയുടെ കൂടെ രാവും പകലും ഉണ്ടായിരുന്നു. പ്രതികരണം കൗതുകമായി കരുതണമെന്നും വിവാദമാക്കേണ്ട ആവശ്യമില്ലെന്നും സി ദിവാകരൻ പറഞ്ഞു. പിണറായി ഒരു തവണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും സന്തോഷത്തോടെ യാത്ര പറഞ്ഞാണ് പോയതെന്നും ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. ഞാൻ പറയാനുള്ളത് എൻ്റെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആരുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. സഖാവ് പിണറായി വിജയൻ്റെ കൂടെ ജാഥയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് സഞ്ചരിച്ച ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിനോടൊപ്പം എത്രയോ രാത്രികളും പകലും ഞാനുണ്ടായിരുന്നു. എൻ്റെ ആഹാര രീതി അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിൻ്റെ ആഹാര രീതി എനിക്കും അറിയാം. ഇതൊരു കൗതുക വാർത്തയായിട്ടാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ ഒരു വിവാദമാകേണ്ട ഒരു കാര്യമില്ല. അതിപ്പോൾ വേറെ വിഷയമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുത്തെന്നുള്ളത് മാത്രം. പക്ഷെ അത് തെറ്റാണ്. അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. താങ്കൾ പറഞ്ഞത് തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോൾ FB യിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എനിക്കതിനെപ്പറ്റി അറിയില്ല. ഇപ്പോൾ തെറ്റാണെന്ന് ഞാനല്ലേ പറഞ്ഞത്. ഇപ്പോൾ തെറ്റാണെങ്കിൽ ഞാൻ വേണ്ടല്ലേ പറയാൻ. ഞാൻ പറയട്ടെ, വേറൊരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റും. ഞാൻ എൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. അതായത് ആ പ്രതികരണം വ്യാഖ്യാനിക്കപ്പെട്ടത് അതിന് 2 ദിവസം മുമ്പാണ് മുഖ്യമന്ത്രി ചെറുപ്പകാലത്തെ കഷ്ടപ്പാടിനെ കുറിച്ചും ദുരിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് താങ്കളുടെ പ്രതികരണം കൂടി വന്നപ്പോൾ അല്ല, അത് ശരിയാ, അത് ശരിയായിരിക്കാം. ഞാനതിനകത്ത് ഒരു ആഹാരത്തിൻ്റെ, ഞങ്ങൾ തമ്മിൽ ആഹാരം കഴിച്ചതിൻ്റെ ഒരു കഥ മാത്രമേ പറയുള്ളൂ. അതൊരു കൗതുക വാർത്തയാണ്. അതിനകത്ത് വലിയ രാഷ്ട്രീയമില്ല, യാതൊന്നുമില്ല. സേഫ് സൈനുലാബ്ദീൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാനായി. സേഫ്, എന്തായിരുന്നു ദിവാകരന്റെ പരാമർശം? ഇതിപ്പോൾ വിവാദമാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ആനത്തലവട്ടം ആനന്ദന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എന്താണ് പറയുന്നത്? ജീന, അദ്ദേഹം അത് കൗതുകകരമായിട്ട് പറഞ്ഞതാണെങ്കിൽ അതിന് പിന്നിൽ കുറേ രാഷ്ട്രീയം അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അത് വിവാദമാകാനുള്ള കാരണം. സി ദിവാകരൻ പറയുന്നത് അദ്ദേഹം മറ്റൊരു ഓൺലൈനിന് കൊടുത്ത പ്രതികരണമാണ്. അദ്ദേഹം പറയുന്നത് ഒരു ജാഥ, ഇപ്പോൾ LDFൻ്റെ ജാഥകൾ ഇങ്ങനെ ഇപ്പോൾ നടക്കുന്ന പോലെ തന്നെ ജാഥകൾ തിരഞ്ഞെടുപ്പ് സമയത്ത് നടക്കാറുണ്ട്. അതേപോലെ ഒരു ജാഥയിൽ പിണറായി വിജയൻ ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ക്യാപ്റ്റനും, ഇദ്ദേഹം സി ദിവാകരൻ CPI പ്രതിനിധീകരിച്ചുള്ള വൈസ് ക്യാപ്റ്റനും ആയിരുന്നു. അന്നേരം ഉച്ചയ്ക്ക് ഈ ജാഥ നയിച്ച് വരുന്ന ആൾക്കാർക്ക് ഓരോ പാർട്ടി സഖാക്കളുടെ വീട്ടിലാണ് സാധാരണഗതിയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കാറ്. തിരുവനന്തപുരത്തേക്ക് ജാഥ പ്രവേശിച്ച സമയത്ത് അന്നത്തെ ഉച്ചഭക്ഷണം ആനത്തലവട്ടം ആനന്ദൻ്റെ വീട്ടിലാണ് ക്രമീകരിച്ചിരുന്നത്. അന്ന് പിണറായി വിജയൻ്റെ കൂടെ യാത്ര ചെയ്ത സി ദിവാകരനോട് പിണറായി വിജയൻ ചോദിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. പിണറായി വിജയൻ ചോദിച്ചു, ഇന്നത്തെ ഉച്ചഭക്ഷണം എവിടെയാണ് എന്ന് ചോദിച്ചു. ആനത്തലവട്ടം ആനന്ദിൻ്റെ വീട്ടിലാണെന്ന് ഞാൻ മറുപടി നൽകി. അപ്പോൾ ഒരു നീരസം അദ്ദേഹം പ്രകടിപ്പിച്ചു. വേറെ എവിടെയും കിട്ടിയില്ലേ എന്ന് ചോദിച്ചു. അതിന് കാരണമായി സി ദിവാകരൻ പറയുന്നത് PS അച്യുതാനന്ദനുമായി അടുപ്പം പുലർത്തിയിരുന്ന ആളാണ് ആനത്തലവട്ടം ആനന്ദൻ. ആ വിഭാഗീയതയുടെ ഒരു ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നാണ് ഒരു രാഷ്ട്രീയം. അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയം അതാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു ടേബിളിൽ മീൻകറി കൊണ്ടുവയ്ക്കുന്നു. മീൻ പിണറായി വിജയന് വലിയ ഇഷ്ടമാണ്. ഏത് മീനാണെന്ന് കൈയിട്ട് അദ്ദേഹം വലിയ മീൻ ഞെക്കി നോക്കുന്നു. അപ്പോൾ ഏത് മീനാണ് ദിവാകര എന്ന് ചോദിക്കുമ്പോൾ ചൂര മീനാണ് എന്ന് പറയുന്നു. അപ്പോൾ മുഖം ഒന്ന് ഇതാവുന്നു. അതിനുശേഷം ഞാൻ AKG സെൻറ്ററുകാരനും ദിവാകരൻ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന സത്യനേശൻ ദിവാകരനോട് വന്ന് ചോദിക്കുന്നുണ്ട്, എന്നോട് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് പ്രശ്നമാവുമോ, നടപടി എടുക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, പിറ്റേന്ന് പാറശാലയിലാണ് പരിപാടി നടക്കുന്നത്, അതിൻ്റെ സമാപനം ഉള്ളത്, ഉച്ചയ്ക്ക് ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത്. അവിടെ വലിയ നെമ്മീൻ പാളയം മാർക്കറ്റിൽ കിട്ടും, അവിടെ നിന്ന് പോയി മേടിച്ച് അവിടെ കൊണ്ടുപോയി കറി വെക്ക്, പ്രശ്നം നമുക്ക് അവിടെ പരിഹരിക്കാം എന്ന് താൻ സത്യനേശനോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേന്ന് രാവിലെ 5 മണിക്ക് ജില്ലാ സെക്രട്ടറിയായ സത്യനേശൻ പാളയം ചന്തയിൽ പോയി വലിയ നെമ്മീൻ മേടിച്ചുകൊണ്ടുവന്ന് പാറശാല കൊണ്ടുവന്ന് കറി വെച്ച് പിണറായി വിജയന് കൊടുത്തു. അപ്പോൾ പിണറായി വിജയൻ ചോദിച്ചു, ഏത് മീനാണെന്ന് ചോദിച്ചു. നല്ല മീനാണെന്ന് ഞാൻ മറുപടി നൽകി. അപ്പോൾ ഇന്നലെ എന്താ നല്ല മീൻ കിട്ടാഞ്ഞത് എന്ന് പിണറായി വിജയൻ തിരികെ ചോദിച്ചു. ഇതാണ് ആ കഥയുടെ രക്തചുരുക്കം. എന്തായാലും ഒരു മീൻ കഥയാണിത്. മീൻ കഥ. പിണറായി വിജയന് മീൻ വലിയ ഇഷ്ടമാണ് എന്നുള്ളത് വസ്തുത. പക്ഷേ
ഇങ്ങനെയുള്ള സംഭവങ്ങളെ പൊതുവെ അതിനകത്ത് എന്തോ ഒരു കുറച്ച് കൂട്ടിച്ചേർക്കലുണ്ടായി എന്നാണ് പൊതുവെ ഉണ്ടായ വിമർശനം. അതിന് ജീവൻ ആനന്ദ്, അദ്ദേഹത്തിൻ്റെ ആനത്തലവട്ട ആനന്ദൻ്റെ മകനാണ്. അദ്ദേഹം അതിനകത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്, പിണറായി വിജയൻ ഒരു തവണ വീട്ടിൽ ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരുന്നു. അത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടാണ് വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം ഭക്ഷണം മൊത്തം കഴിച്ചത്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കുറച്ച് സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവരിൽ ഒരാളെ ചോദിച്ചു, ഇതാണോ ആനന്ദൻ്റെ ഭാര്യ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയെ വിളിച്ച് പരിചയപ്പെടുത്തി. അങ്ങനെ കുറേ കുശലം അവിടെ വെച്ച് പറഞ്ഞു. അതിനുശേഷം വളരെ സന്തോഷത്തോടു കൂടി നിറഞ്ഞ മനസ്സോടു കൂടിയാണ് പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നാണ് ജീവൻ അതിനകത്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ വാദങ്ങളൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്തത്. അത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നുണ്ട്. കൗതുകരമായി പറഞ്ഞതാണ് എന്ന് പറയുമ്പോൾ തന്നെ പിണറായി വിജയനെ പോലെ ഒരാൾ ഭക്ഷണം നിരത്തി വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിപ്പോവുമോ? അതും വിഭാഗീയത എന്ന് പറയുന്ന വാചകം അദ്ദേഹം പിണറായി വിജയൻ വളരെ ഈ രാഷ്ട്രീയത്തെ കാണുന്നത് അത് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയുക എന്ന സ്വഭാവമുള്ള ആളാണ്. അദ്ദേഹം ഈ വിഭാഗീയതയെക്കുറിച്ച് CPI നേതാവായ അദ്ദേഹത്തോട് സംസാരിക്കുമോ? അല്ലെങ്കിൽ അദ്ദേഹം ഈ വീടിൻ്റെ ഭക്ഷണം എവിടെയാണെന്ന് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുള്ളപ്പോൾ ഇദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള പല ചോദ്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും തൻ്റെ വാദത്തിൽ ദിവാകരൻ ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ് തിരുത്തേണ്ടത്, ഇത് വസ്തുതയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നിൽക്കുന്നു. പക്ഷേ ആനത്തലവട്ട ആനന്ദൻ്റെ മകൻ പറയുന്നു അങ്ങനെയല്ല സംഭവം. അങ്ങനൊരു മീൻ കഥ ആണ് ഇത് ജീന.